നിഴലേ ഞാൻ നിന്നെ പിന്തുടരുമ്പോൾ നീങ്ങുകയാണോ നീ അകലെ നീങ്ങുകയാണോ നീ? നിന്റെ ഭാര്യയെ ഈ നശിച്ച നാണകെട്ടവളല്ല. നിന്റെ ഭാര്യയായിട്ട് എല്ലാ അവകാശങ്ങളും നൽകി കുടുംബം അംഗീകരിച്ചത് ദേ ഇവളെയാ. സിന്ദൂര സന്ധ്യേ പറയൂ നീ പല്ലിനെ കൈവെടിഞ്ഞു. മോക്കിനി ഏത് കഥയാ വേണ്ടത്? കഥയൊന്നും വേണ്ട ശാരദാമ്മേ. ആമയുടെയും മുയലിന്റെയും കഥയൊന്നും അല്ല, ഇതേ വേറൊരു പുതിയ കഥയാ. ഒരു കഥയും വേണ്ട ശാരദാമ്മേ. ശാരദേ, മൃഗങ്ങളുടെ അല്ല മനുഷ്യരുടെ കഥ പറഞ്ഞു കൊടുക്കും മോക്ക്. ഗാന്ധർവം കഴിഞ്ഞ് മുദ്രമോതിരമായിട്ട് ഭർത്താവിനെ അന്വേഷിച്ചു പോയ ശകുന്തളയുടെ കഥ പറഞ്ഞു കൊടുക്ക്. എല്ലാ കാലത്തും അതിന് പ്രസക്തിയുണ്ട്. മോളെ, നീ ഉറങ്ങാൻ നോക്ക്. സമയം രാത്രി 10 കഴിഞ്ഞു. രാവിലെ എന്നിട്ട് സ്കൂളിൽ പോണ്ടേ നിനക്ക്? ഉറക്കം വരുന്നില്ല ശാരദാമ്മേ. ഈ പെങ്കൊച്ചിനെ ഉറക്കാൻ ഞാൻ എന്ത് ചെയ്യും എന്റെ ദൈവമേ? സമയത്ത് ഉറക്കുകയും ഭക്ഷണം കൊടുക്കുകയൊക്കെ വേണമെന്നാ വൈദ്യര് പറഞ്ഞിരിക്കുന്നത്. അവളാണെങ്കി ഇപ്പൊ എന്തെങ്കിലും കൊത്തി പറക്കുന്നത് പോലെ കഴിച്ചാലായി. എപ്പോ ചോദിച്ചാലും വിശപ്പില്ലെന്നാ പറയുന്നത്. അവിടെ ടീച്ചറും പറഞ്ഞു ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്ന ഭക്ഷണം മുക്കാലും ബാക്കി വെക്കുകയെന്ന്. നേരെ ചൊവ്വേ ഭക്ഷണം കഴിച്ചാലല്ലേ കഷായം മരുന്നും ഒക്കെ കൊടുക്കാൻ പറ്റൂ. സമയത്ത് ഭക്ഷണം, വിശ്രമം, ഉറക്കം ഇതൊക്കെ ഇല്ലാതായ എന്താ ഉണ്ടാവുകയെന്ന് വൈദ്യര് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഫിറ്റ്സ് വീണ്ടും വരും. ഇനി ഒരു തവണ കൂടി ഉണ്ടായ പിന്നെ പിടിച്ചാ കിട്ടാതെ വരും. പിന്നെ ജീവിതകാലം മുഴുവൻ. ഗോപാലേട്ടാ, ശാരദേ, ഇവൾക്കുള്ള മരുന്ന് കഥയും കിന്നാരമൊന്നുമല്ല, ഇവളുടെ അമ്മയാ. മുമ്പിവക്ക് അച്ഛനെ ഇല്ലാതിരുന്നുള്ളൂ. അമ്മയ്ക്കൊപ്പം കിടന്ന് ഇവള് കണ്ണടച്ചിരുന്നപ്പോ അച്ഛനൊരു സ്വപ്നമായിട്ട് ഇവൾക്കടുത്ത് വരുമായിരുന്നു. അമ്മ പോയപ്പോ ആ സ്വപ്നം കൂടി ഇവളുടെ അടുത്തുനിന്ന് കൊണ്ടുപോയല്ലോ ശാരദേ. കുട്ടികൾക്ക് നമ്മളെക്കാളൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയാം. അവരുടെ മനസ്സിൽ കള്ളങ്ങളില്ലാത്തതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ദൈവം മുൻകൂട്ടി കാണിച്ചു കൊടുക്കും. അമ്മയുടെ കാര്യം എന്താ ശാരദാമ്മ പറഞ്ഞത്? മോള് കിടക്ക്, വാ. അമ്മ ഉടനെ വരുവോ ശാരദാമ്മേ? വരും മോളെ. അമ്മ വരുമ്പോ അച്ഛനും ഒപ്പം ഉണ്ടാവോ ശാരദാമ്മേ? അത് അച്ഛൻ എങ്ങനെ അമ്മയുടെ ഒപ്പം ഉണ്ടാവുക? അമ്മ പോയിരിക്കുന്ന ക്യാമ്പിനല്ലേ? അച്ഛന്റെ കാര്യം എന്തോ സംസാരിക്കുന്ന കേട്ടല്ലോ. ആ, അത് അച്ഛൻ വരുന്ന കാര്യമാ. അച്ഛൻ എപ്പോഴാ വരുന്നേ? അത് അത് പിന്നെ അച്ഛൻ ഇപ്പൊ വന്നാലേ അമ്മ ഇവിടെ ഇല്ലല്ലോ. അമ്മ വന്നിട്ട് അച്ഛൻ വന്നാ മതിന്ന് പറയായിരുന്നു. രണ്ടാളെ ഒന്നിച്ച് വേണം എനിക്ക്. മോള് കണ്ണടച്ചുറങ്ങിക്കോ. സ്വപ്നത്തിൽ അച്ഛൻ ചിലപ്പോ വന്നാലോ? ഇന്ന് എനിക്ക് അച്ഛനെ സ്വപ്നത്തിൽ കാണണ്ട ശാരദാമ്മേ. ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു ശാരദാമ്മേ. അച്ഛൻ വേറെ എങ്ങോട്ടോ പോയെന്ന്. എന്നോട് ടാറ്റ പറഞ്ഞ് ഞാൻ വിളിച്ചിട്ട് നിൽക്കാതെ പോയി.
ഞാൻ പിന്നാലെ ചെന്നിട്ടും അച്ഛൻ നോക്കിയതേ ഇല്ല. അത് മോളെ അതൊക്കെ വെറുതെയാ. വെറുതെ ഒന്നും അല്ല. അച്ഛന്റെ കൈ പിടിച്ച് വേറൊരു പെണ്ണും കൂടി ഉണ്ടായിരുന്നു. ആര്? അതറിയില്ല, മുഖം ശരിക്ക് കണ്ടില്ല ഞാൻ. അതൊക്കെ വെറുതെയാ. മോള് കിടന്ന് ഉറങ്ങ്. വാ കിടന്നോ, വാ കിടക്ക. കണ്ണടച്ച് കിടന്നോ മോളെ, അപ്പൊ ഉറങ്ങിക്കോളും. അച്ഛന്റെ കൈ പിടിച്ച് വേറൊരു പെണ്ണും കൂടി ഉണ്ടായിരുന്നു. ശാരദാമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചു, ശാരദാമ്മ സത്യം പറയോ? സത്യം മോളോട് സത്യമല്ലാതെ ശാരദാമ്മ ഇന്ന് വരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മോള് ചോദിക്ക്, എന്താ വാവയ്ക്ക് അറിയണ്ടേ? എന്റെ അമ്മ കാരണാണോ ആ ചൈന കോളനിയുടെ കുട്ടികളെല്ലാം ആശുപത്രിയിലായത്? പറ ശാരദാമ്മേ. മോളോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? ക്ലാസ്സിൽ എന്റെ കൂട്ടുകാരിയായ മീനാക്ഷിയാ പറഞ്ഞത്. ചൈന കോളനിയിലെ കുട്ടികളൊക്കെ വിഷബാധയേറ്റ് ആശുപത്രിയിലായത് അമ്മ കാരണമാണെന്ന്. ശരിയാണോ ശാരദാമ്മേ? നിന്റെ അമ്മേ ശാരദാമ്മയുടെ മകളാ. ദൈവത്തിന് നിരക്കാത്തതൊന്നും അവൾ ഒരിക്കലും ചെയ്യില്ല. കൂട്ടുകാരി മോളെ കളിപ്പിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാ. അല്ല ശാരദാമ്മേ, അവളുടെ അച്ഛൻ പറയുന്ന അവള് കേട്ടതാ. സ്വാധീനം ഉപയോഗിച്ച് നിയമത്തിന്റെ കയ്യിൽ നിന്ന് അമ്മ രക്ഷപ്പെട്ടെങ്കിലും ദൈവത്തിന്റെ കയ്യിൽ നിന്ന് അമ്മയ്ക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്റെ മോള് വെറുതെ മനസ്സ് വിഷമിപ്പിക്കാതെ സ്കൂളിൽ പോവാൻ നോക്കിയേ. ശാന്തേ, മോളുടെ ഭക്ഷണമൊക്കെ റെഡിയായില്ലേ? ആ പിന്നെ മീനാക്ഷി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. അതെന്താ? നമ്മള് കാരണം ആരുടെയെങ്കിലും ഭക്ഷണത്തിൽ വിഷം കലരാൻ ഇടയായാൽ നാളെ നമ്മുടെ ഭക്ഷണത്തിലും വിഷം കലരുമെന്ന്. ഉള്ളതാണോ ശാരദാമ്മേ? അതിന് നമ്മൾ ആരുടെയെങ്കിലും ഭക്ഷണത്തിൽ വിഷം കലർത്തിയാലല്ലേ പേടിക്കേണ്ടതുള്ളൂ. മോളുടെ അമ്മയും ശാരദാമ്മയും ഇതുവരെ ആരുടെ ഭക്ഷണത്തിലും വിഷം കലർത്തിയിട്ടില്ല. ദാ ഇത് കണ്ടോ? ഒരുപാട് കാലം ഒരുപാട് പേർക്ക് വച്ചു വിളമ്പിയ കയ്യായത്. വിളമ്പുന്ന ഭക്ഷണത്തിൽ ഒരു ചെറിയ കരട് കണ്ട അത് വിളമ്പാതെ മാറ്റി വെക്കാനേ ഞാനും ശീലിച്ചിട്ടുള്ളൂ. അന്നമാണ് ദൈവം എന്ന് വിശ്വസിക്കുന്നവളാ ഈ ശാരദാമ്മ. എന്റെ മക്കളുടെ ഭക്ഷണത്തിൽ ആരും വിഷം കലർത്തില്ല കേട്ടോ. പോവാം. വാ. എന്തെങ്കിലും ചോദിച്ച് അകത്തേക്ക് വരാനുള്ള ആലോചനയാ. എങ്ങനെ സംസാരിച്ചു തുടങ്ങ? എന്തോ കള്ളത്തരം ആലോചിക്കുന്നുണ്ട്. എന്തു പറഞ്ഞാ ചില്ല. അത് ശരി, വെള്ളമാണ് ലക്ഷ്യം. എന്താ? വെള്ളം കുടിക്കാൻ ചുമക്കുന്ന കണ്ടില്ലേ? അത് കാണുന്നവർക്കൂടി തോന്നണ്ടേ? എന്താ പറഞ്ഞു? എടുത്തു തരാൻ എൻ്റെ അടുത്ത് 2 കൈ ഒഴിവില്ല. സ്വയം എടുക്കേണ്ടി വരും.
ഇന്ന് പിന്നെ എവിടെ ഇരിക്കണമെന്ന് പറഞ്ഞല്ലോ, അതിന് കൈ വേണ്ട ആവശ്യമില്ലല്ലോ. ശ്ശേ, അയ്യോ, ഇത് എവിടെയാ കൊണ്ടുവച്ചിരിക്കണം? വെള്ളം കിട്ടാതെ ചാവോ മനുഷ്യൻ? ദാ, ആ ജഗ്ഗിലുണ്ട്. ചുമച്ചോണ്ട് ഇങ്ങോട്ട് വന്നത് ഊണ് മേശയ്ക്ക് അറിയുന്നല്ലേ. വെള്ളം സാധാരണ തിളപ്പിച്ച് വെക്കുന്നത് മേശയിലാണെന്ന് അറിയുകയും ചെയ്യാം. എന്നാലും ഒരാൾ അങ്ങോട്ട് എടുത്തു തന്നാലേ കുടിക്കുള്ളൂ. ഒരൊറ്റ ആലോചിച്ചിപ്പോഴും സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കില്ല. ഇപ്പതേ വെള്ളം കുടിക്കണമെന്നില്ലാന്ന് തോന്നുന്നു. ഇനിയിപ്പ എന്താ ചോദിക്കുക? അതെ, ഉം? ഉടനെ തന്നെ അങ്ങ് പോവാണോ? ഒരു ഉപകാരം അങ്ങോട്ട് ചെയ്യുമ്പോ സാഹചര്യം വന്നാ തിരിച്ചിങ്ങോട്ട് ഒരു ഉപകാരം ചെയ്യാന്നത് ഒരു നാട്ടു നടപ്പാ. ഞാനെന്ത് പിന്നെ ഈ ചപ്പാത്തി ഉണ്ടാക്കലൊന്നും എന്നോട് പറ്റില്ല. ദേ, ഈ ഫോൺ ഒന്ന് എടുത്ത് എന്റെ ചെവിക്കടുത്ത് വെച്ച് തരോ? ഞാനാ? പിന്നെ ഞാൻ എങ്ങനെ എടുക്കാനാ? എന്റെ കൈ കണ്ടില്ലേ? അതിപ്പോ എന്തെങ്കിലും അർജന്റ് കോളാണെന്ന് അറിയില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാ ഞാനിത് ഉണ്ടാക്കുന്നത്. ഓ, ആ ഒരു പരിഗണന വെച്ച് സഹായിച്ചാ മതി. ഫോൺ എടുക്കാം. അങ്ങോട്ടല്ല, അയ്യോ, ഇങ്ങോട്ട്. ഹലോ, ആ പറഞ്ഞു അനു. ഫോൺ വെക്ക്. അങ്ങോട്ടാ? ഇങ്ങോട്ട് വാ. ധൈര്യം കുറവുള്ളവരൊക്കെ വീട്ടിൽ ഇരുന്നാ മതി. ഫോണില്ല. അതെ, ഇനിയെങ്കിലും അയാളോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ പറ. ഇല്ലെങ്കിൽ ജീവിതം കരഞ്ഞു തീർക്കത്തേ ഉള്ളൂ. അത് പിന്നെ അനു, സ്ത്രീകളുടെ കയ്യിൽ സ്നേഹം മനസ്സിലാക്കി കൊടുക്കാനുള്ള ദിവ്യയന്ത്രമൊന്നും ഇല്ലെന്ന് പറ. ആഗ്രഹിക്കുന്നൊരു കുടുംബം വേണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലേ മനസ്സിൽ ഒളിപ്പിച്ച ഇഷ്ടമൊക്കെ പുറത്ത് കാണിക്കണം. എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തുറന്നു പറയണം. പിന്നെ ഉള്ളിലുള്ള സംശയങ്ങളില്ലേ അതും. ഇതിപ്പോ അമ്മയെ പേടിച്ച് ജീവിതകാലം മുഴുവൻ കഴിയാനാണ് ഭാവമെങ്കിൽ ചുമച്ചും പൊരച്ചും കഴിയേണ്ട സമയത്ത് ഒരു കൈ സഹായത്തിന് ഒരാളും ഉണ്ടാവില്ലെന്ന് അങ്ങോട്ട് പറ. ഇതുപോലെ പച്ച വെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞേക്കണം. ഫോൺ ആ, എന്നാ പിന്നെ വിളിക്കാനോ? ആ ഫാമിലിയോട് കലഹങ്ങളൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ ജീവിക്കാൻ പറ. ഇല്ലേ മൂത്ത് നരച്ച് കുഴി പോകുമ്പോ സങ്കടപ്പെടേണ്ടി വരും. എനിക്ക് കൈ കഴിക്കുന്നുണ്ട്. എന്താ? കൈ വേദനിക്കുന്നുണ്ടെന്ന്. അത് മനസ്സിൽ കൊണ്ടത് കയ്യിലേക്ക് ഇറങ്ങിയതാ. ശരിയാനോ? അപ്പൊ എത്രയും പെട്ടെന്ന് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക. കഴിഞ്ഞു. ഫോണ് കട്ട് ചെയ്തെന്ന്. ഓ, നേരം പോക്കാവാം, പക്ഷെ അത് മറ്റുള്ളവരുടെ വേദന കണ്ടിട്ടാവരുത് കേട്ടാ. അല്ലെങ്കിൽ എന്നും ഇയാൾ അങ്ങനെ തന്നെയാണല്ലോ. പക്ഷെ ഇപ്പം മത്സരിക്കുന്നതേ സ്വന്തം നേരിനോടാണെന്നുള്ള ഓർമ്മ വേണം. നീ വിഷ്ണു, സത്യം ഇങ്ങോട്ട് വരുന്നുണ്ട്. വിഷ്ണുവേട്ടൻ ചെല്ല്.
എവിടാ പോയെന്ന് മോക്കറിയോ? അറിയാലോ, അമ്മ ജോലിക്കാര്യത്തിനായിട്ട് ഗോവയ്ക്ക് പോയതല്ലേ? മോളോട് ആരാ പറഞ്ഞത് അമ്മ ജോലിക്കാര്യത്തിനായിട്ട് ഗോവയിലേക്കാ പോയെന്ന്? അമ്മ തന്നെ. അമ്മ എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞതാണല്ലോ ഗോവയിലാണെന്ന്. ഓ അത് ശരി. അല്ല, അമ്മയുടെ ജോലി എന്താണെന്നറിയോ മോക്ക്? അറിയാം, അമ്മ ജില്ലാ കളക്ടർ അല്ലേ. പക്ഷെ ഇത് ആരോടും പറയണ്ട, ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞാ മതിയെന്നാ അമ്മ പറഞ്ഞിരിക്കുന്നേ. ശരി, ആയിക്കോട്ടെ. ഈ ഗവൺമെന്റ് ജോലിക്കാര് നുണ പറയാൻ പാടുണ്ടോ? പറ മോള് പറ. ഇല്ല. ആ നന്നായി. ആട്ടെ, നുണ പറയുന്നവരെ മോക്ക് ഇഷ്ടമാണോ അതോ ഇഷ്ടമല്ലേ? ഏയ്, നുണ പറയുന്ന ആരെയും സത്യമോക്ക് ഇഷ്ടമല്ല. അത് തെറ്റാ. ആ അമ്മ അത് എന്നെ അങ്ങനെയാ പഠിപ്പിച്ചിരിക്കുന്നേ. ആ അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ സത്യമോള് മോളുടെ അമ്മയെ ഇഷ്ടമല്ല എന്ന് പറയണം. അവള് പറയുന്നതേ ഗോപാലേട്ട എന്തൊക്കെയാ കുട്ടിയോട് പറയുന്നത്? മലയാളം എന്നാ മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അത് പറയേണ്ടത് കുഞ്ഞുങ്ങളോടല്ല, അതിന് ഉത്തരവാദിത്തപ്പെട്ട മുതിർന്നവരോട്. ശാന്തേ, നീ മോളെ കൊണ്ട് പോവാൻ നോക്ക്. വാ. ടാറ്റാ. ടാറ്റാ. ഏതായാലും ഇത് കുറച്ച് മോശമായി പോയി. സ്വന്തം കുഞ്ഞിനോടാണോ അമ്മമാരുടെ കുറ്റവും കുറവും ഒക്കെ പറയുന്നത്? ഞാൻ പിന്നെ എന്തു പറയണമായിരുന്നു ശാരദ? നീ പറ. ലോകത്തുള്ള മുഴുവൻ നുണയെ അക്കോട്ട് നിരത്തി കഥയും തിരക്കഥയും ഒരുക്കി നാടകവും ബാലയും കളിച്ചോണ്ടിരിക്കുന്ന നിന്റെ മോക്ക് സൽസ്വഭാവത്തിനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കണോ? നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ സമയമില്ലാതെ പണ്ടേ നടതള്ളി ആ വീട്ടില് നാണമില്ലാതെ ചെന്ന് കിടക്കുന്നവരെ കുറിച്ച് സ്തുതിഗീതം ചൊല്ലണോ ഞാൻ? നീ എന്നെ പറ, കേക്കട്ടെ. ഓഹ്, എനിക്കൊന്നും പറയാനില്ല. പറയേണ്ടതെല്ലാം ഗോപാലേട്ടൻ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി അത് മതി. പക്ഷെ ഒന്ന് മാത്രം ഓർത്തു, ശാലിനി മറ്റൊരിടത്ത് പോയി നിൽക്കുന്നുണ്ടെങ്കിൽ അതിവിടെ നമ്മളുണ്ടെന്നുള്ള ഒരൊറ്റ വിശ്വാസം കൊണ്ടാ. കുട്ടിക്കാലത്ത് ഞാൻ അവളെ നോക്കിയതുപോലെ അവളുടെ മോളെയും നമ്മൾ നോക്കൂന്ന് അവൾക്കറിയാം. പിന്നെ ഗോപാലേട്ടൻ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം, ശാലിനി പോയി നിൽക്കുന്നത് ശ്യാമയുടെ അടുത്താണെന്നുള്ളതാ. പ്രായം കൂടുതലാണെങ്കിലും ശ്യാമയും ശാലിനിക്ക് സത്യമോളെ പോലെ തന്നെയാ. ശ്യാമയ്ക്കൊരാപത്ത് വന്നപ്പോ ശാലിനി ഇളയ മോളെ നമ്മളെ ഏൽപ്പിച്ച് മൂത്ത മോളെ നോക്കാൻ പോയി നിൽക്കുന്നു. അങ്ങനെ ഞാൻ കരുതുന്നുള്ളൂ. അങ്ങനെ എനിക്ക് കാണാൻ പറ്റൂ. അല്ലാതെ ഗോപാലേട്ടനെ പോലെ ആൺകുഞ്ഞിനെ കൊതിച്ച് പെൺകുഞ്ഞുണ്ടായപ്പോ ഭാരമായി കരുതുന്നവർക്കേ അത് മനസ്സിലാവില്ല. എത്ര പറഞ്ഞാലും. നിന്റെ ഭാര്യയായിട്ട് എല്ലാ അവകാശങ്ങളും നൽകി കുടുംബം അംഗീകരിച്ചത് ദേ ഇവളെയാ. ഇവളെയും കാർത്തിക രണ്ട് തട്ടത്തിൽ വെച്ച് തൂക്കിയാ തങ്കത്തിന്റെ പൊലിമയോടെ ഈ കാർത്തിക തന്നെയാവും നിൽക്കുന്നത്. ഇവളെ ഈ വീടിന്റെ പടി കടക്കാൻ അനുവദിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്.